സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ജീവിതത്തിലെ അമൽ എന്ന് പറയാൻ എന്തെങ്കിലും നമ്മുടെ കൈവശമുണ്ടാകണം. കാരണം അമലിന്റെ കൈവശമുണ്ട് എന്ന് ആത്മാഭിമാനത്തോടെയാണ് ഈ പെരുന്നാളിന്റെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ഈ മിമ്പറിന്റെ താഴെ ഖുതുബയിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്തുള്ളൊരു സമാധാനം എന്താണെന്നറിയോ? അല്പമെങ്കിലും അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ചെയ്യാനായി എന്നാണ്. എന്ത് ചെയ്യാനായി? ദുനിയാവ് വെട്ടിപ്പിടിക്കാനായി എന്നല്ല, ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കാനായി എന്നല്ല, പിന്നെ ഒരൽപ്പം ദുനിയാവ് വിട്ടുകൊടുത്താലും ആഖിറത്തിൽ നിന്നെന്തെങ്കിലും, ഈ ശരീരത്തിന്റെ ആരോഗ്യത്തെ വിട്ടുകൊടുത്തിട്ടെങ്കിലും ആഖിറത്തിൽ നിന്നെങ്കിലും ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്. പ്രിയമുള്ളത്, അതുകൊണ്ട് അമൽ, ആ അമലുകളാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്താണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമാ അവിടത്തോട് ചോദിക്കപ്പെട്ടു. മാഹിയ, ഏതൊക്കെയാണത്? ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ട് അക്ഷരങ്ങൾ, രണ്ട് ദിക്റുകൾ ഇതിനകത്ത് കൂടി. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര ഗൗരവത്തിലാണ്. അപ്പൊ ശരിക്കും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഇതാണ് പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓതിപ്പോയ ആയത്തിന്റെ തഫ്സീർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂ ജുന്നതകും, നിങ്ങൾ പരിചയെടുക്കാൻ പറഞ്ഞു സ്വഹാബത്തിനോട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ പരിചയെടുക്കണം. ഖീല, ചോദിക്കപ്പെട്ടു, റസൂലുള്ളാഹ്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമിൻ അദുവിൻ ഖദ് ഹളറ, നമ്മോട് ഏറ്റുമുട്ടാൻ വന്നണഞ്ഞ വല്ല ശത്രുവിന്റെ വിഷയത്തിലുമാണോ അവിടുന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൽ ജുന്നതകും മിനന്നാർ, നരകത്തെ തൊട്ട് നിങ്ങളെ കാക്കുന്ന പരിചയെടുത്തോളൂ. എന്നിട്ട് നബി പറഞ്ഞു കൊടുക്കാണ്, ഏതാണ് നരകത്തെ തൊട്ട് നമ്മെ കാക്കുന്ന പരിച? ഖൗലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നമ്മുടെ കൂട്ടത്തിൽ ഏതൊരാൾക്കും മൊഴിയാൻ, ഉച്ചരിക്കാൻ തടസ്സമില്ലാത്ത പദങ്ങളാണ്. നമ്മൾ ഏത് മക്കൾക്കും പറയാൻ തടസ്സമില്ലാത്ത പദങ്ങളാണ്. ചെറിയ കുട്ടികളെ പോലും പഠിപ്പിക്കാൻ പറ്റുന്ന പദങ്ങളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, ഇതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്.